ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ 6 വൃദ്ധന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ജന്മനാ അന്ധന്മാരായിരുന്നു. അപ്പോൾ അവർക്ക് ആന എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരു പ്രാവശ്യം അവരുടെ നാട്ടിലൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ആദ്യമായിട്ടൊരു ആന വന്നു. അപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചു ആന എന്താണെന്ന് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാമെന്ന്. ഇവരെല്ലാവരും പോയി ആനേനെ തൊട്ടു. അപ്പോൾ ആനയുടെ തുമ്പിക്കൈ തൊട്ട ആള് വിചാരിച്ചു, ഓ ആന അത്ര വലിയ ജീവിയൊന്നുമല്ല, ആന എന്ന് പറയുന്നത് ഒരു പാമ്പ് മാതിരി. ആനയുടെ കൊമ്പ് തൊട്ട ആള് പറഞ്ഞു ആന ഒരു സ്പിയർ മാതിരിയാണ്. ആനയുടെ ചെവി തൊട്ടറിഞ്ഞ ആള് പറഞ്ഞു ആന വലിയൊരു കാർപ്പറ്റാണല്ലോ. ആനയുടെ കാല് തൊട്ട ആള് പറഞ്ഞു ആന വലിയൊരു മരത്തടി മാതിരിയാണ്. ആനയുടെ മേല് തൊട്ട ആള് പറഞ്ഞു ആന വലിയൊരു മതില് മാതിരിയാണല്ലോ എന്ന്. എന്നാൽ ആനയുടെ വാല് തൊട്ട ആള് പറഞ്ഞു ഇത് വെറും ഒരു കയറാണല്ലോ, ഇതിനെയാണോ ആൾക്കാർ ആന ആന എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും വൈകുന്നേരം ചായക്കടയിൽ എത്തിയപ്പോൾ അവരുടെ അനുഭവം പങ്കിടാൻ തുടങ്ങി. ആനേനെ മനസ്സിലാക്കിയത് എന്തായിരിക്കും സ്ഥിതി? ഒരാൾ പറയുന്നതും മറ്റേ ആൾ കേൾക്കാൻ റെഡിയല്ല. കാരണം വേറെ ഒന്നല്ല, ഇത് കേട്ടറിവല്ല, ഇത് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ തൊട്ടറിഞ്ഞ കാര്യമാണ്. ആന എന്ന് പറയുന്നത് ഒരു കാർപ്പറ്റ് മാതിരിയാണ്, അല്ലെങ്കിൽ ഒരു തടി മാതിരിയാണ്, ഒരു കയറ് മാതിരിയാണ്, ഒരു പാമ്പ് മാതിരി. ഇതൊക്കെ അവർ തൊട്ടറിഞ്ഞത്. അവരുടെ അനുഭവത്തേക്കാൾ വലിയ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗുരു അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ലോകങ്ങളുണ്ട്. ഇവിടെ ഒരു ലോകമല്ല ഉള്ളത്. നമുക്ക് എത്ര മനസ്സുകളുണ്ടോ, ഞാൻ മനുഷ്യ മനസ്സെന്നും പറയുന്നില്ല, എത്ര മനസ്സുകളുണ്ടോ അത്രയും ലോകങ്ങളുണ്ട്. എൻ്റെ ലോകമല്ല നിങ്ങളുടെ ലോകം, നിങ്ങളുടെ ലോകമല്ല നിങ്ങളുടെ വീട്ടുകാരുടെ ലോകം, നിങ്ങളുടെ മക്കളുടെ ലോകം, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ലോകം. എല്ലാവർക്കും അവരുടേതായ ഒരു ലോകമുണ്ട്. അവർ ലോകത്തെ കാണുന്നതും അനുഭവിക്കുന്നതും കാര്യങ്ങൾ തിരിച്ചറിയുന്നതും കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതും എല്ലാം അവരുടെ ഒരു അനുഭവം വെച്ചാണ്, അവരുടെ ഒരു കാഴ്ചപ്പാട് വെച്ചാണ്, അല്ലേ? അത് നന്മയാവട്ടെ തിന്മയാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ കാഴ്ചപ്പാടാണ് ശരി എന്ന് വിശ്വസിച്ച് മറ്റുള്ളവരെയും നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അവിടെയാണ് പ്രശ്നത്തിന് തുടക്കം ഉണ്ടാവുന്നത്. ഈ ലോകത്ത് പ്രശ്നം ഉണ്ടാവുന്നത് ശരിയും തെറ്റും തമ്മിലല്ല, അതൊരു ശരിയും മറ്റൊരു ശരിയും തമ്മിലാണ്. കാരണം ഈ ലോകത്ത് എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ ശരിയാണ്. അവർ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാരണമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ധാരണ അവർക്കുണ്ട്. അവരുടെ ധാരണയാണ് ശരി എന്നൊരു കോൺഫിഡൻസും അവർക്കുണ്ട്. അപ്പം അതിൽ ആരാണോ ഉറച്ചു നിൽക്കാത്തത്? എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ ശരിയാണ്, എൻ്റെ ലോകം മാത്രമല്ല ഒരുപാട് ലോകങ്ങളുണ്ട്, അവർ പറയുന്നതിലും കാര്യമുണ്ടാവാം. നമ്മളെപ്പോഴാണ് അവരുടെ ലോകം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അവിടെ നിന്നാണ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷത്തിന് തുടക്കം ഉണ്ടാവുന്നത്. വേറൊരു കഥ പറയാം. ഇതൊരു കഥയാണ്, ഉണ്ടായ സംഭവമല്ല. ഒരിക്കലും എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വന്നു. അപ്പോൾ അവർ തമ്മിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു തർക്കങ്ങൾ, ഒരുപാട് തർക്കങ്ങൾ. അപ്പോൾ അവർക്ക് മുമ്പിൽ ഞാനൊരു കാര്യം ഇങ്ങനെ വരച്ച് അവിടെ വെച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഇത് സ്വാഭാവികം, ഇത് 6 അല്ലേ. ഭർത്താവ് പറഞ്ഞു ഇത് 6 അല്ല, ഇതാണ് ഇവളുടെ പ്രശ്നം. ഇവൾക്ക് ശരിക്കും കാര്യങ്ങൾ കണ്ടറിയാൻ മനസ്സിലാവില്ല, കണ്ടറിഞ്ഞാലും മനസ്സിലാവില്ല. ഇത് 9 എന്ന് ഭർത്താവും. ഞാൻ അവിടെ ഇരിക്കുക, ഇത് നിരീക്ഷിച്ചുകൊണ്ട്. നിങ്ങൾ പറയൂ ഇവരിൽ ആരാണ് ശരി? എനിക്കറിയാം നിങ്ങളെല്ലാവരും സ്മാർട്ടാണ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും 2 പേരും ശരിയാണ്. അവിടെ നിന്ന് കാണുമ്പോൾ അത് 6, ഇവിടെ നിന്ന് കാണുമ്പോൾ അത് 9. 2 പേരും ശരിയാണെന്ന് നിങ്ങളും പറയുമെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ 3 പേരും തെറ്റാണ്. ഭാര്യയും തെറ്റാണ്, ഭർത്താവും തെറ്റാണ്, നിങ്ങൾ പറഞ്ഞതും തെറ്റാണ്. ഞാനല്ലേ അത് ഉണ്ടാക്കിയത്. ഞാൻ മലയാളം അക്ഷരം റ ഉണ്ടാക്കിയിട്ട് അത് തിരിച്ചു മറിച്ച് വെച്ചതാവട്ടെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള അക്ഷരം റ ആണ്. നിങ്ങൾ അതിനെ 6 കണ്ടാലും 9 കണ്ടാലും 2 കണ്ടാലും അത് ശരിയല്ല. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അതായിരിക്കാം ഒരുപക്ഷെ സത്യം. അപ്പം നമ്മൾ അറിയാത്ത സത്യങ്ങൾ വരെ ഈ ലോകത്തുണ്ടാവാം.
എന്നൊരു തിരിച്ചറിവ് എപ്പോഴാണോ നമുക്ക് ഉണ്ടാവുന്നത്, അന്ന് നമ്മൾ പല പേഴ്സ്പെക്റ്റീവിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു തുടക്കം കുറിക്കും. ഒരു സിറ്റുവേഷനിൽ ഒരു തർക്കം അവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സൈഡ് മാത്രമാണ് ശരി എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അവരുടെ സൈഡിൽ എന്താണുള്ളത്, അത് മനസ്സിലാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതെപ്പോഴാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ ഈ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെർസ്പെക്റ്റീവ് ടേക്കിംഗ് സ്കിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്? ഇത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇത് ഉപയോഗപ്പെടുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, ഓരോ കാര്യങ്ങളിലും നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ 19th സെഞ്ച്വറി, ഏർലി 19th സെഞ്ച്വറിയിൽ സൗത്ത് ആഫ്രിക്കയിൽ 2 കമ്പറ്റീറ്റേഴ്സ്, 2 ഷൂ കമ്പനീസ് അവരവരുടെ സെയിൽസ് മാനെ ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് അയച്ചു, മാർക്കറ്റ് പൊട്ടൻഷ്യൽ സ്റ്റഡി ചെയ്യാൻ. അതായത് അവിടെ പോയി കാര്യങ്ങൾ നിരീക്ഷിച്ച് അവിടെ എന്തോരം മാർക്കറ്റ് ഉണ്ട് ഇതൊക്കെ പഠിച്ചു പോവാ, അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കയറ്റിവിടാം. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ആൾ അവിടെ ആ ഗ്രാമത്തിലെത്തി. അവിടെ എത്തി കണ്ടപ്പോൾ അവിടെ ഒരുത്തനും ഷൂ ധരിക്കുന്നില്ല, ഒരുത്തനും ചെരുപ്പിടുന്നില്ല. ഇത് കണ്ടപ്പോൾ ആളാകെ നിരാശനായി. അതായത് ഇവിടെ ആർക്കും ഷൂ വേണ്ട, അപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ വളരെ നിരാശനായിട്ട് ആൾ അവിടെ അടുത്ത് പോയിട്ട് കമ്പനിക്ക് ടെലിഗ്രാം അയച്ചു, ഇറ്റ്സ് എ ഡിസാസ്റ്റർ, അതായത് ഇവിടെ ഒരു കാര്യമില്ല, ഇവിടെ ആരും ഷൂ ധരിക്കാറില്ല, അപ്പോൾ പ്രൊഡക്ഷനൊക്കെ നിർത്തിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ കമ്പനിയുടെ ആൾ അതേ ഗ്രാമത്തിൽ പോയപ്പോൾ ആൾ തുള്ളിച്ചാടി. അതായത് ആൾ ഹാപ്പിയായി. ആൾ പറഞ്ഞത് ഇവിടെ ഒരുത്തനും ഷൂ ഇടാറില്ല, അപ്പോൾ എത്രയാണ് ഡബിൾ ദ പ്രൊഡക്ഷൻ, ഉണ്ടാക്കുന്നത് ഡബിൾ ആക്കിക്കോ, കാരണം ഇവിടെ എല്ലാവർക്കും ഷൂ നൽകാൻ കഴിയും, എല്ലാവരെ കൊണ്ടും ഷൂ മേടിപ്പിക്കാം. ആളവിടെ കണ്ടത് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. നമ്മുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിനെ കാണുന്നത് അത് തന്നെ ഇമ്പാക്റ്റ് ചെയ്യും. ആദ്യത്തെ ആൾ കണ്ടത് ഒരു പ്രോബ്ലമാണ്, ഒരു ചാലഞ്ചാണ്. അത് കണ്ടപ്പോൾ തന്നെ ആൾ നിരാശനായി, ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ലോ ആയി. ആളെടുത്ത ഡിസിഷനോ, ഇവിടേക്ക് ഷൂസ് ഒന്നും കയറ്റി വിടണ്ട, ഇവിടെ കാര്യമില്ല. എന്നാൽ രണ്ടാമത്തെ ആൾ കണ്ടത് ഓപ്പർച്യൂണിറ്റിയാണ്. ആൾ ഹാപ്പിയായി, ആളുടെ മൂഡ് എലിവേറ്റായി. ആളെടുത്ത ഡിസിഷനോ, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റിയാണ്, പ്രൊഡക്ഷൻ കൂട്ടിക്കോ, നമുക്കിവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് അല്ലേ, ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഓട്ടോമാറ്റിക് തിങ്കിങ് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന തോന്നലുകൾ, ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ്. നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ കണ്ട് മനസ്സിലാക്കുന്നത്, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് വേണ്ടി, നമുക്ക് അനുകൂലമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അത് നമുക്ക് പ്രതികൂലമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണോ പ്രസൻറ്റ് ചെയ്യുന്നത്, നമുക്ക് ചാലഞ്ചസ് ആണോ പ്രസൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ നമ്മുടെ കാഴ്ചപ്പാട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ് സ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസായി മാറുന്നത്. എല്ലാവർക്കും, കുട്ടികൾക്കായാലും യങ്സ്റ്റേഴ്സിനായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും നമ്മൾ എവറി ഡേ എടുക്കുന്ന ഓരോ ഡിസിഷൻസിൻ്റെ പിന്നിലും നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? കാരണം കാഴ്ചപ്പാട് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ പെർസ്പെക്റ്റീവ് ടേക്കിംഗ് എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധി അങ്ങനെയൊന്നുമല്ല. അത് ആർക്ക് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് എസ്പെഷ്യലി കൗൺസിലിംഗ് എന്ന് വരുമ്പോൾ പല കാഴ്ചപ്പാടുകളിലൂടെ കാണാൻ ശ്രമിച്ചാലും പറ്റാണ്ട് വരും. കാരണം നമുക്ക് അറിയാത്തൊരു കാര്യം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോഴാണ് മൂന്നാമതൊരാളുടെ കാഴ്ചപ്പാടൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ടെക്നീക്സ് ഉണ്ട് അതിൽ ഒരു ടെക്നീക്ക് ഞാനിപ്പോൾ ഇവിടെ പറയാം ഈ വീഡിയോയിൽ. ഏറ്റവും സിംപ്ലസ്റ്റ് എന്നാൽ ഇഫക്റ്റീവും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത് സിംപ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റേ വ്യക്തി എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റേ വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണോ അത് ജെനുവിൻലി മനസ്സിലാക്കാൻ വേണ്ടി നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് അവർ അതങ്ങനെ പറയുന്നത്, അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണ്,
അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവരുടെ എക്സ്പീരിയൻസസ് എന്താണ്, അല്ലേ, അവരെന്ത് പോയിന്റ്സ് വെച്ചാണ് അത് പറയുന്നത്, എന്തുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ ജെന്യുവൻ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അവരോട് ചോദിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് അവരെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ല. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷെ നമ്മൾ കേൾക്കാൻ റെഡിയല്ല. ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് നമ്മൾ പേഷ്യൻ്റ്ലി കേൾക്കണം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടി, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പോയിന്റ് ഇമ്പോസ് ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അവർ പറയുന്നത് എന്താണോ അങ്ങനെയാണോ, ഓക്കെ. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരോട് അങ്ങനെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡും ഓപ്പൺ ആവും. അവരതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അവരത് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കോൺവേഴ്സേഷനിലൂടെ നമ്മുടെ കാഴ്ചപ്പാട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാനും, നമ്മൾക്ക് രണ്ടുപേർക്കും അറിയാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് വരാം. നിങ്ങളുടെ പ്രോബ്ലത്തിന് ഏറ്റവും തക്കതായ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ചെയ്യേണ്ടത് ഇത്ര മാത്രം: ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുള്ള മറുപടി ജെന്യുവനായിട്ട് പേഷ്യൻ്റ്ലി കേൾക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്കിന്ന് പറയാനുണ്ടായിരുന്നത്. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പെർസ്പെക്റ്റീവിൻ്റെ ഇനിയും ഒരുപാട് ടൂൾസും ഒരുപാട് സ്റ്റോറീസും എൻ്റെ എക്സ്പീരിയൻസസും ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.